നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മീഡിയ പേഴ്സൺ, മാധ്യമ പ്രവർത്തകൻ, അത് ചുരുക്കി മാപ്ര. അത് ഒരു മോശം വാക്കല്ല, മാധ്യമ പ്രവർത്തകൻ്റെ ചുരുക്കമാണ്. പക്ഷേ ഇപ്പോൾ അധിക്ഷേപ വാക്കായിട്ട് പലരും അത് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ കാരണം അത് ഈ മാധ്യമ പ്രവർത്തനം എന്നുള്ളതിന് വളരെ മോശമായിട്ടുള്ള ഒരു വിശദീകരണം മാപ്ര എന്നതിന് കൊടുത്തിട്ട് പ്ര എന്ന് വരുന്ന വളരെ മോശമായിട്ടുള്ളൊരു വാക്ക് ചേർത്ത് ചുരുക്കി ഇങ്ങനെ വിളിക്കുന്നതാണ്. ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത വാക്കാണത്. പക്ഷേ ചിലരുടെ ഈ ജേർണലിസ്റ്റ് എന്നുള്ള കുപ്പായ പണിയുമ്പോൾ ഉത്തരവാദിത്വം മറന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന കുറേ ആളുകളെയും നമ്മൾ കാണാറുണ്ട്. എന്നാൽ വളരെ ഗംഭീരമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തിപ്പോകുന്ന എത്രയോ സുഹൃത്തുക്കൾ നമുക്കുണ്ട്. പക്ഷെ ചില ചോദ്യങ്ങൾ നോക്കുക. ഇപ്പോൾ സാബി അലോൺസോട് ചോദിക്കുന്ന ചോദ്യം, അദ്ദേഹം അതിൽ അപ്സെറ്റാണ്. അയാളോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങളെ സാക്ക് ചെയ്തിട്ട് ആർബിലോയെ കോച്ചാക്കാനുള്ള സാധ്യതയില്ലേ? അങ്ങനെ കോച്ചായി ആ സ്ഥാനം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആൽവരോ ആർബിലോയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഏതൊരു ചോദ്യമാണത്. സാബിയെ സാക്ക് ചെയ്തിട്ടില്ല ഒന്നാമത്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളെ സാക്ക് ചെയ്തിട്ട് ആ സ്ഥാനത്തേക്ക് ആർബിലോയ വരുന്നതിനെ കുറിച്ച് നിങ്ങൾ ആർബിലോയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇതിനെ ഊള ചോദ്യം എന്നല്ലാതെ എന്താണ് പറയുന്നത്? സാബി ഇത് കേട്ടിട്ട് ആകെ അപ്സെറ്റായി, നെർവസായി എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. അപ്പോൾ നോക്കുക, അദ്ദേഹത്തോട് എന്താണ് ചോദിച്ചത്, എന്താണ് അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കാം. ഇപ്പോൾ ഇന്ന് കളിയുണ്ടല്ലോ റയൽ മാഡ്രിഡിന്. ഇന്ന് അലാവസുമായിട്ട് അവർ കളിക്കുന്നുണ്ട്. എവേ മത്സരമാണ്. രാത്രി ഇന്ത്യൻ സമയം 1:30 ആ കളി. റയലിന് ജയിച്ചേ പറ്റൂ. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ചോദ്യം, നിങ്ങൾ അൽവാരോ ആർബിലോയുമായിട്ട് നിങ്ങളെ സാക്ക് ചെയ്തിട്ട് പകരം അദ്ദേഹം കോച്ചാകുന്നതിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? സാബിയുടെ മറുപടി, ഞാൻ മനസ്സിലാക്കുന്നത് അൽവാരോ ഭാവിയിൽ റയലിൻ്റെ കോച്ചാകുമെന്ന് തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾ എന്താണ് എന്നോട് ചോദിക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്നും ഒരിക്കലും സംസാരിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആളുകൾ കോച്ചുമാരുടെ കാര്യത്തിൽ ഇംപേഷ്യൻ്റ് ആവുന്നുണ്ട്. ഞാനിപ്പം ഫുട്ബോൾ വേൾഡിൽ കുറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്പെയിനിൽ ഓൾറെഡി 2 കോച്ചുമാരെ സാക്ക് ചെയ്ത് കഴിഞ്ഞു. എനിക്കുറപ്പുണ്ട് ഇതിനു മുമ്പ് പലപ്പോഴും ഇതിൻ്റെ കണക്കുകൾ കൂടുതലുമായിരുന്നു. ഫുട്ബോളിന് ഒരുപാട് എഫേർട്ട് ആവശ്യമാണ്. അപ്പോൾ സാക്കിങ് എന്നുള്ളത്, ഐ ബിലീവ് ദി കേസ് ഓഫ് സാക്കിങ്സ് വെയർ മോർ ഫ്രീക്വൻറ്റ് ഇൻ പ്രീവിയസ് എറാസ്. മുമ്പത്തെ എറകളിൽ ഈ സാക്കിങ് കുറച്ചുകൂടി കൂടുതലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ് സാബി അലോൺസോ പറഞ്ഞ് ഒഴിവാകുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ആർബിലോയോട് ചോദിക്കുന്നു മറ്റൊരു പ്രസ് കോൺഫറൻസിൽ, നിങ്ങൾ സാബിയെ സാക്ക് ചെയ്തിട്ട് നിങ്ങളെ കോച്ചാക്കുമെന്ന് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് ക്രിസ്മസ് കഴിഞ്ഞാൽ? അദ്ദേഹത്തിൻ്റെ മറുപടി, നോ, ഞാൻ കാസ്റ്റിയയുടെ കോച്ചാണ്. അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ പ്ലെയേഴ്സ്, അവരുടെ അടുത്ത മത്സരങ്ങൾ, അവരുടെ ട്രെയിനിങ്, ഇതല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ഞാനിപ്പോൾ ചിന്തിക്കുന്നുമില്ല, ചർച്ചയുമില്ല. സാബി അലോൺസോ ഒരു എക്സെപ്ഷണൽ കോച്ചാണ്. ഇത്തരം ചോദ്യങ്ങൾക്ക് തന്നെ കാര്യമില്ല എന്നാണ് ആർബിലോയുടെ മറുപടി. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകൻ മാപ്ര എന്നുള്ളതൊക്കെ നല്ല വാക്കുകളും നല്ല സംശയവുമാണ്. അതിനെ മോശമാക്കി തീർക്കാതിരിക്കുന്നതാണ് നല്ലത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.